പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രുചിയിലുള്ള 4 തരം ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെരുന്നാളിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി അന്വേഷിക്കുന്നവർക്കായിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ 4 തരം വെറൈറ്റി രുചിയിലുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേത് റെസിപ്പിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ പറ്റും. 4 തരം റെസിപ്പികളുള്ളത് കൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അല്ലാത്തവർക്ക് ഏത് ബിരിയാണി റെസിപ്പിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ പോയിട്ട് ആ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള അയക്കൂറ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മണിക്കൂർ മുമ്പ് ഈ ഒരു മീനിൽ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പാകത്തിനുള്ള ഉപ്പ്, ഇതൊക്കെയാണ്. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മീൻ ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇരുവശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫ്രൈ പാന് ഞാൻ ചെറിയൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ വലിയ അടുപ്പിൽ ഞാൻ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് മീനിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ 1-2 തവണ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കടായിൽ ഒഴിച്ച ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 വലിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാളയുടെയും തക്കാളിയുടെയൊക്കെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. സവാള ഏകദേശം വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ 3 കൂടിയിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 സവാളയും 2 തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഉടനെ സോഫ്റ്റായിട്ട് കിട്ടണം. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 1-2 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ 2 തവണ ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വീണ്ടും ഇതൊന്ന് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീൻ ഫ്രൈ ആക്കിയെടുത്ത ആ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു ഓയിൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതൊക്കെയാണ് ചേർക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡർ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഫ്ലേവറായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മൾ 1 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലോട്ടൊരു പകുതി
ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മീനിൻ്റെ വാല് വശത്ത് വരുന്ന ആ ഒരു ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പീസ് മാത്രമാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ലൊരു മീനിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കണം. മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, മീനൊക്കെ നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പൊടിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പുതിനയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നമുക്ക് അത്രക്കങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പുതിനയില ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറാണ് എടുക്കുന്നത്. ചൂടായ പ്രഷർ കുക്കറിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഗീ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു പകുതി സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റണം. ഇനി ഇതേ ഓയിലിലോട്ട് തന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 5-6 ഗ്രാമ്പു, 4 ഏലക്കായ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം ആദ്യമേ ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു പകുതി സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഗീ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ബിരിയാണിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഞാൻ എന്നും പറയുന്നത് പോലെ പ്രഷർ കുക്കറിൽ ഗീ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ അരിയിട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാമിൻ്റെ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. സാധാരണ കണ്ണൂരുകാർ ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രഷർ കുക്കറിലാണ് 1.5 കപ്പ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളമൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെക്കണം. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ചോറൊക്കെ വെന്ത് കുഴഞ്ഞു പോകും. ഒരു വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യാണ്. ഇതേ ഒരു അളവിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗീ റൈസ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം.
നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ ചൂടൊക്കെ ഒന്ന് തണുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു മസാല കൂടി ചൂടാക്കിയിട്ട് നല്ലൊരു ചൂടിൽ തന്നെ ഗീ റൈസും അതുപോലെ മസാലയും എടുക്കുക. എന്നാൽ മാത്രമേ രണ്ടും തമ്മിൽ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിനി ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മസാല തയ്യാറാക്കിയ കടായിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിൽ നിന്നും പകുതി ഭാഗം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള പകുതി ഈ ഒരു കടായിലോട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. ഞാനിപ്പോൾ പകുതി മസാല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ മസാല ഉണ്ടെങ്കിൽ 2-3 ലെയറാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ലെയറാക്കിയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കണം. ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള മുഴുവൻ റൈസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ലെമൺ ജ്യൂസ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയിലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂ നട്ട്സും റൈസൻസും സവാളയൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് അടുപ്പിലോട്ട് മാറ്റാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രൈ ചെയ്ത മീൻ മാറ്റി വെച്ചതിന് ശേഷം റൈസ് ആദ്യം സെർവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ അയക്കൂറ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പെരുന്നാളിന് തയ്യാറാക്കി നോക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്കറിയാം ബിരിയാണിയുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിരിയാണി കൂടിയാണ്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനിലോട്ട് കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത്യാവശ്യം വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാനിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 1 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ ചെമ്മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അത് കാണാനും ഒരു ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കാരണം ചെമ്മീനിന് എല്ലാവർക്കും അറിയായിരിക്കും
കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി മറ്റേ ഭാഗവും 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് ഞാൻ ഫ്രൈ പാനും മറ്റൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 വലിയ സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രഷർ കുക്കറിലാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വലിയ 2 സവാളയാണ് എടുത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇതിൽ 2-3 വിസിൽ വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കും. ആ ഒരു സമയത്ത് സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു 5 പച്ചമുളകും 1 തുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായിട്ട് ഉടഞ്ഞു വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡർ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് 2-3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 വിസിലിന് ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ഒരു ചെമ്മീനിലോട്ട് ഈ മസാല ഇട്ട് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഗീ റൈസിനായാലും പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പകുതി ചെമ്മീനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പകുതി മസാലയിലോട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ആ ഒരു സമയത്ത് നമുക്ക് ഒരു തണ്ട് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയില നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കണ്ടല്ലോ, ഇത്രയും മതിയാവും. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്.
ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പകുതി സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 5-6 കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റണം. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ നമുക്കൊരു 3 ഏലക്കായ, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 4-5 ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതായത് ഫെനൽ സീഡാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പകുതി സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പ്രഷർ കുക്കറിൽ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് ആ ഒരു കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. അതിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ml കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതേ കപ്പിന് തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അരിയിട്ട് കൊടുക്കണം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴുകിയിട്ട് അപ്പാടെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് കൊടുക്കുന്ന സമയത്ത് അരിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. കാരണം വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും. അരി മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം മാത്രമാണ് ഞാനിത് പ്രഷർ കുക്കർ അടച്ച് വെക്കുന്നത്. ഈ ഒരു സമയത്ത് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. വന്നാൽ പിന്നെ നമ്മൾ വെക്കരുത്. അപ്പോൾ തന്നെ വിസിൽ കളഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ ഓവർ കുക്കായി പോവും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കടായിയിലോട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക. ചോറ് കണ്ടോ, നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തത് കൊണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ക്യാരറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഉപ്പുമാവ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറേശ്ശെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അവരറിയുകയും ചെയ്യില്ല, എന്നാൽ പച്ചക്കറി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് മുകളിൽ ഒരു ലെയർ കൂടി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അധികം പേർക്കും അറിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി കുറച്ച് ചെമ്മീൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ മസാല ഇടുമ്പോൾ തന്നെ ഈ ഒരു ചെമ്മീനൊക്കെ ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കാഷ്യൂ നട്ട്സും റൈസിൻസും സവാളയൊക്കെ ഉണ്ടല്ലോ, അതുകൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ മാത്രം ആവി കയറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഈ ഒരു പെരുന്നാളിന് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പിയിലോട്ട് പോയാലോ. മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വെറൈറ്റി ഫിഷ് ബിരിയാണിയാണ്. വ്യത്യസ്തമായ രുചിയിലുള്ള മീൻ വെച്ചിട്ടാണ് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആക്കോറിയാണോ ആവോലിയാണോ ചെമ്മീനാണോ എന്നൊക്കെ. അതൊന്നല്ല കേട്ടോ, നമ്മളൊരു കുഞ്ഞ് മീൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മളിന്ന് നത്തോലി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇതുപോലൊരു മീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമെന്ന്. പക്ഷെ അപാര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നത്തോലി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നത്തോലി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ മല്ലിയില വേണം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ആവശ്യമുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ക്ലീനാക്കി എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മീൻ വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുമോ ബിരിയാണി എന്നൊക്കെ. പക്ഷേ ഞാൻ ഉറപ്പ് തരികയാണ്, ചെമ്മീൻ ബിരിയാണി പോലും തോറ്റുപോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു നത്തോലി ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. കാരണം ഈ നത്തോലിക്ക് മുള്ളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുഞ്ഞ് മീൻ വെച്ചിട്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. തലയും വാലും ഒന്ന് നുള്ളിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മീൻ ഞാനിവിടെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവും. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കഴുകിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇങ്ങനെ കഴുകിയില്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് അഴുക്കൊന്നും പൂർണ്ണമായിട്ട് പോവില്ല കേട്ടോ. ഇതുപോലെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കഴുകുക തന്നെ വേണം. അപ്പോൾ ഇത് പലർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കഴുകുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഇതിൽ അഴുക്കുണ്ടെന്ന്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ അഴുക്കുണ്ടാവും. ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകുന്നില്ല. നല്ലൊരു ഉറപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. കണ്ടോ, വെള്ളം നന്നായിട്ട് തന്നെ കലങ്ങിയിട്ട് ഇനി 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. വെള്ളം ക്ലീനാകുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം മീൻ ഞാനൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മസാല തേച്ച് വെക്കണം. കണ്ടല്ലോ, വെള്ളം കലങ്ങിയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. മീൻ നമ്മളിപ്പോൾ കഴുകിയെടുത്തതാണല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അത്യാവശ്യം നിറയെ ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് മുള്ളില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മീൻ കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിന്ന് 1/2 കിലോഗ്രാം നെത്തോലിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എത്ര കണ്ട് റൈസ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് തന്നെ മീനും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ നെത്തോലി മുഴുവനായിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളിങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊട്ടി വരണം. ഇനി ഇതേ ഓയിലിലോട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടില്ല, ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടച്ച് വെച്ച് സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. 1 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്, കാരണം ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ മസാല ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളിയുടെ അളവും കൂട്ടി കൊടുക്കണം. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തക്കാളിയും സവാളയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡറും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്, അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മീനും മസാലയൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിച്ച് വരും. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ മീൻ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. മീനൊന്നും പൊട്ടില്ല, ഇതുപോലെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു പകുതി ചെറുനാരങ്ങ നീരും കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ടൊരു കടായിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഗീയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പകുതി സവാളയും കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശേഷം ബാക്കിയുള്ള പകുതി സവാളയും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്.
ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടെ ഇതുപോലെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ടൊരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കുമല്ലോ, ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കണം. ഇതുപോലെ 2-3 തവണ തിരിച്ചും മറിച്ചും ഇടുമ്പോഴേക്കും ഈ ഒരു റൈസ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി റൈസ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പകുതി ഭാഗം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കടായിയിലോട്ട് തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പകുതിയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. പകുതി മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ലെയറാക്കിയിട്ടാണ് ഈ ഒരു ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഉണ്ടല്ലോ, അതും കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് അവസാനമായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒനിയനൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് മീൻ കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നത്തോലി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി മീൻ ബിരിയാണി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം 5 പേർക്ക് കഴിക്കാനുള്ള ഈ ഒരു നത്തോലി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 250 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനി നമുക്ക് 4ാമത്തെ ബിരിയാണി റെസിപ്പിയിലോട്ട് പോയാലോ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ ബിരിയാണിയാണ്. കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ബിരിയാണി റെസിപ്പിയാണിത്. പെരുന്നാളിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെയ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിലൊന്ന് മസാല തേച്ച് വെക്കണം. അതിനായിട്ടൊരു 1.5 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതിൽ നിന്നും നല്ല പീസ് മാത്രമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹെഡ് പീസൊക്കെ നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 750 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു നെയ്മീനെ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പറയലെന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ണൂരുകാർ നെയ്മീൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. 1 തുടം വെളുത്തുള്ളിയും ഒരു 5-8 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. 3 കൂടി ഒരുമിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് കടായിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തത്. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നാൽ മാത്രമേ പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്കും സവാളയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി അടച്ച് വെക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് നേരത്തെ ബാക്കി വെച്ച പകുതി ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു മസാലയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 മിനിറ്റ് അടച്ചു കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മീനിൻ്റെ ഹെഡ് പീസൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. മീൻ നമ്മൾ സാധാരണയായിട്ട് മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ മസാലയ്ക്ക് മീനിൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ മീനിൻ്റെ ഹെഡ് പീസൊക്കെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 തവണ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു സമയത്ത് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മസാലയിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇടയ്ക്കിടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത മല്ലിയിലയാണ് ചേർക്കുന്നത്. അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അത് നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീനിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മീനിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ 2-3 തവണ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മീൻ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ ഗീയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓയിലിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണേ. ഓയിൽ നന്നായിട്ട് ചൂട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ട് നമുക്കത് കോരി മാറ്റാം. ഇനി ഇതേ ഓയിലിലോട്ട് തന്നെ ഒരു പകുതി സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാനാണ്. സവാളയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെയാണ്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാകത്തിനുള്ള
ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ ഏകദേശം ഡ്രൈ ആയി വരുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഒരു 3 തവണ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് റൈസിൻ്റെ പകുതി ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഈയിടെ ഓഫർ പ്രൈസിന് വാങ്ങിച്ചൊരു കടായിയാണ് കേട്ടോ. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള പകുതി റൈസിൻ്റെ മുകളിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന ചോറ് കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ബിരിയാണി ദം ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 4 ഫിഷ് ബിരിയാണി റെസിപ്പികളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.